വീട്ടിലെ ഓണം വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. രാവിലെ തന്നെ എണീച്ച് അച്ഛന്റെ കൂടെ ബീഫും പൂവും ഒക്കെ വാങ്ങാൻ പോയി. പിന്നെ നേരെ കുളിച്ച് ചായ അടിക്കാനിരുന്ന് വേദന ചായ അടിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പൂവിടാൻ അപ്പൊ തന്നെ നേരം വൈകിയിരുന്നു. പൂവിടുന്നതിനെ പറ്റി വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇട്ട് വന്നപ്പോ ഒക്കെ കൊള്ളായിപ്പോയി. അടുക്കളയിൽ പോയി നോക്കിയപ്പോ ഏകദേശം ഓരോ പണിയൊക്കെ കഴിഞ്ഞിട്ടേന്. സ്വതവേ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവല്, ഞങ്ങൾ ഉച്ചവരെ പണിയാണ് ഉണ്ടാവല്. ഇന്നെന്തോ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇവിടെ സദ്യ ഒന്നല്ല കേട്ടോ ഉണ്ടാക്കല്, രണ്ടും കൂടി ഒരുമിച്ചാണ് ഉണ്ടാക്കല്. ഞങ്ങൾക്ക് ബീഫും അതൊക്കെ നിർബന്ധമാണ്. ഇവിടെ ആർക്കും അങ്ങനെ സദ്യനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് ബീഫോ ചിക്കനോ ഇല്ലാത്തൊരു ഓണവും വിഷുവും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല. പണ്ട് മുതലേ ഓണം വിഷു എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ഒരുമിച്ച് വാഴയിലയിൽ ചോറുന്നുമ്പോളാട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, പക്ഷെ ഇവിടെ അങ്ങനെയാട്ടോ. ഓണത്തിനും വിഷുവിനും ഞങ്ങൾ വലിയൊരു വാഴയിലിട്ടിട്ട് എല്ലാവരും കൂടി നിലത്തിരുന്ന് കഥയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുത്തിട്ടാട്ടോ കഴിക്കുക. ആ ഒരു സുഖം ഒറ്റക്ക് കുത്തിരുന്ന് തിന്നാലും ആർക്കും കിട്ടൂല. സത്യം പറഞ്ഞാൽ അച്ചച്ചനും അച്ചമ്മക്കൊന്നും ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അച്ചച്ചനാണ് ഞങ്ങളെക്കാട്ടിലും നിർബന്ധം ഇങ്ങനെ കഴിക്കണമെന്ന്. കാരണം ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാവാം ഓരോ വീട്ടിലും വലിയ വലിയ പരിപാടിയൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെയാട്ടോ ഞങ്ങൾ ഏറ്റവും വലിയ അമ്മമ്മക്ക് തീരെ പറ്റാത്തതുകൊണ്ടാട്ടോ മുകളിലിരിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നതെങ്കിൽ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം.